ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെച്ചെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടാനായിട്ടുണ്ടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു ബ്രഷ് ചെയ്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും അങ്ങനെ അധികം മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ ഒന്ന് ചാറിപ്പോയി. അതൊക്കെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നോട്ട് അങ്ങനെ ചാറ്റൽ മഴയൊക്കെ. അതിനുശേഷം ആ വെള്ളമൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 2 നൂൽപുട്ടും കുറച്ച് ചിക്കൻ കറിയാണ്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ നിന്നിട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മേടിച്ചത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വയ്യാത്ത കാരണം ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് നീച്ചത്. രാത്രി എനിക്ക് ഉറക്കം തീരെ ഇല്ല, കുട്ടികൾ ചുമച്ചിട്ടും ഛർദ്ദിച്ചിട്ടൊക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്ന് ഏട്ടൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നൂൽപുട്ടും പൊറാട്ടയാണ് മേടിച്ചത്. അപ്പോൾ കുട്ടികൾ പൊറാട്ടയും ഓരോന്ന് കഴിച്ചു, പിന്നെ നൂൽപുട്ടും കഴിച്ചു. അപ്പോൾ ഞാൻ 2 നൂൽപുട്ടാണ് എടുത്തത്. അപ്പോൾ ചിക്കൻ കറിയും കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി നാളികേരമൊക്കെ അരച്ചിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടായാലും നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്, അടിപൊളി നൂൽപുട്ടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നേ. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറ്, ബീഫ് റോസ്റ്റ്, ബീഫ് കറിയാണ്. നല്ല നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണ് കഴിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ബീഫ് കറീനേക്കാൾ ഇഷ്ടമായത് ബീഫ് റോസ്റ്റാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പെറുക്കി കഴിക്കാം, അങ്ങനെ ആയിട്ടുണ്ടായി. നല്ല ഡ്രൈ ആയിട്ട് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റോസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നാളികേരക്കൊത്തൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതലും റോസ്റ്റ് കൂട്ടിയിട്ടാണ് ചോറിൻ്റെത്. എനിക്ക് അതാണ് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ നല്ലൊരു ഊണായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല മിച്ചറുണ്ടായിരുന്നു കേട്ടോ. പൊട്ടുകടലയും നിലക്കടലയൊക്കെയുള്ള സൂപ്പർ മിച്ചറുണ്ടായിരുന്നു, അതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൽ പൊട്ടുകടല കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മിച്ചറും കട്ടൻ ചായയിൽ മിച്ചറിട്ട് കഴിക്കും, അതെനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അത് സൂപ്പറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചില്ല, ഇന്നിതങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാണ് കേട്ടോ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചത്. പിന്നെ രാത്രി കഴിച്ചത് കഞ്ഞിയാണ്. അപ്പോൾ അതിലേക്ക് നല്ല ഉള്ളിയും പച്ചമുളകും പുളിയും ഉപ്പും നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കറിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കഞ്ഞി കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. കഞ്ഞിയിൽ ആ ചമ്മന്തിയും ചക്കപ്പേരിയും കൂടിയിട്ട് ഞെരടി കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ അതാണ് വൈകുന്നേരത്ത് കഴിച്ചത്. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ചൂടുള്ള കഞ്ഞിയായിരുന്നു. അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഭക്ഷണം എന്താ വെച്ചാൽ അത് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയിലും ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അതാട്ടോ കഴിച്ചത്. ഞെരടി കഴിക്കാൻ സൂപ്പറായിരുന്നു. ആ ചമ്മന്തിയുടെ എരിവും ആ പൊടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കഞ്ഞി കുടിക്കാനായിട്ട് അധികം വിഭവങ്ങളൊന്നും വേണ്ട, ഉപ്പേരി ആയാലും എന്തെങ്കിലും ചമ്മന്തി ആയാലും കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇതുപോലെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ തെളിയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ.